നിങ്ങൾക്കറിയാമോ OIF ക്രിയേറ്റേഴ്സ് ഏതാണ്ട് $6.6 ബില്യൺ ആണ് 2024 വാരിക്കൂട്ടിയത്. അതും NBA-യുടെ $4.9 ബില്യൺ റിവൈൽ ചെയ്താണ് അവർ ഇത്രയും നേട്ടം നേടിയത്. ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ കാര്യമാണ്. എന്താണെന്നോ, അവർ ഇപ്പോൾ ഉണ്ടാക്കുന്ന $6.6 ബില്യൺ നമ്മൾ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഇതിൽ വേഴ്സ്റ്റ് കേസ് എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. നിങ്ങളുടെ ഉള്ളിലെ ലസ്റ്റിനെ മറികടക്കുന്നത് വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും. ആരും തന്നെ ജീവിത അവസാനം വരെ പാവപ്പെട്ട ഒരാളായി ജീവിക്കാൻ ആഗ്രഹിക്കില്ല. ലസ്റ്റ് നിങ്ങളുടെ ജീവിതത്തെ പകുതി വഴിയിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ മറികടന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതും ഒരുപക്ഷെ എങ്ങനെ ഇതൊക്കെ നേരെയാക്കാം എന്നതിനെയും കുറിച്ചാണ്. ഈ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു ചെറിയ ചാൻസ് എങ്കിലും കിട്ടുകയുള്ളൂ. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ലസ്റ്റിനെ മറികടക്കുക എന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഫാൾസ് ഹോപ്പ് നൽകുന്നതല്ല, മറിച്ചൊരു ചെറിയ ശതമാനം എഫേർട്ട് മതി നിങ്ങളുടെ ഉള്ളിലെ ലസ്റ്റിനെ മറികടക്കാൻ എന്ന സത്യാവസ്ഥയാണ് പറഞ്ഞത്. ഇത് മനസ്സിലാക്കാതെ ഈ വീഡിയോ പകുതി വഴിയിൽ ഉപേക്ഷിക്കുന്നവരെല്ലാം അവരുടെ ജീവിതം മുഴുവൻ ഡിസൈഴ്സിന് അടിമകളായി തന്നെ തുടരുന്നതാണ്. നിങ്ങൾക്ക് ലസ്റ്റ് എന്താണെന്നറിയാമോ? വാസ്തവത്തിൽ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. ജീവിതത്തെ സാരമായി ബാധിക്കാൻ കഴിവുള്ള ഒരു കാര്യമാണ് ലസ്റ്റ്. ചെറുപ്പത്തിൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആകണമെന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. 12-13 വയസ്സുള്ളപ്പോൾ എന്നെ ഫുട്ബോൾ മാച്ചിനായി കൊണ്ടുപോയി വിടുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, ശരിക്കും ഫുട്ബോൾ പ്ലെയർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗേൾസ്, ലസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തെ കൈയടക്കാൻ അനുവദിക്കരുത്. അന്ന് ഞാനും എൻ്റെ സുഹൃത്തും ഇതിനെ വെറുമൊരു കളിയായി കരുതി. അന്ന് ആ കാര്യത്തെ ഞങ്ങൾ പൂർണ്ണമായും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ അന്ന് കളിയിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായതുമില്ല. നിങ്ങളൊരു ടീനേജറാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇതുവരെയും പ്രധാനപ്പെട്ടതായി തോന്നിയിട്ടുണ്ടാവില്ല. അതേസമയം നിങ്ങളൊരു 20 വയസ്സിനോട് അടുപ്പിച്ചുള്ള ആളാണെങ്കിൽ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. ലസ്റ്റ് നിങ്ങളുടെ ജീവിതത്തെ ഏതൊക്കെ രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിനെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ചിന്തിക്കും, സോക്കർ മാച്ചിലേക്ക് പോകുന്ന വഴിക്ക് ഞാനും എൻ്റെ കൂട്ടുകാരനും കാറിലിരുന്ന് ചിരിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് ആ അച്ഛൻ വീണ്ടും വീണ്ടും ഞങ്ങളെ വാൺ ചെയ്തതെന്ന്. കാരണം അദ്ദേഹം ഇതുപോലെ സംഭവിക്കുന്നത് നേരത്തെ കണ്ടിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ വാൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒത്തിരി ആൾക്കാർ ഇന്ന് ലസ്റ്റ് കാരണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് കാര്യം പിടികിട്ടി. അതായത് ഇതെല്ലാവർക്കുമുള്ള ഒരു നോർമൽ ഫീലിംഗ് ആണ്. പക്ഷേ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് ഇതൊരു പ്രശ്നമായി മാറുന്നത്. നിങ്ങൾ യങ്ങും സിംഗിളും ആയിരിക്കുന്ന സമയത്ത് നോർമൽ ആണെങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രവൃത്തികളെ അമിതമായി നിയന്ത്രിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അതിനെ നിങ്ങൾ നിയന്ത്രണ വിധേയമാക്കണം. നിങ്ങൾ നിങ്ങളുടെ ഡാർക്ക് റൂമിൽ ഒരു സ്മോൾ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്തതും തിരിച്ചറിയാനാകാത്തതുമായ ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾക്ക് അവരെ കാണാനും മനസ്സിലാക്കാനും സാധിക്കാത്തത് സങ്കടമുള്ള കാര്യമാണെന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കും. ഇതിലെ വേഴ്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിനിന് ഏതാണ് റിയൽ അഥവാ ഫേക്ക് എന്ന് പറയാൻ സാധിക്കുകയില്ല എന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് ഡോപ്പമിൻ നൽകിക്കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ നന്നായി ചെയ്യുന്നുണ്ടെന്ന് ട്രിക്ക് ചെയ്യുകയും ചെയ്യുന്നു. ചുറ്റും ആൾക്കാരില്ലാതെ നിങ്ങൾ നിങ്ങളുടെ മുറിയിലിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ എന്തൊക്കെയോ അച്ചീവ് ചെയ്തു എന്ന രീതിയിൽ ചിന്തിപ്പിക്കുന്നു. അതായത് നിങ്ങളൊരു സ്ത്രീയുടെ അടുത്തുള്ളതുപോലെയൊക്കെ. പക്ഷെ ഇത് യാഥാർത്ഥ്യമല്ല. ഇത് കാരണം നിങ്ങൾ മടിയന്മാരാവുകയും പിന്നെ നിങ്ങളുടെ ബ്രെയിൻ വീക്ക് ആവുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാനുള്ള ഓരോ ചാൻസിനെയും നഷ്ടപ്പെടുത്തി കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു കീ മൊമെൻ്റാണ് നിങ്ങൾ എന്താകണം എന്നാണോ ആഗ്രഹിക്കുന്നത് അതിനായിട്ടുള്ള ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ ആവശ്യം. നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് ഫേക്ക് റിവാർഡ്സ് നൽകുമ്പോൾ സ്വയം നിങ്ങളോട് തന്നെ കള്ളം പറയുന്നതിന് തുല്യമാണ്. ഇത് നിങ്ങളെ ദുഃഖത്തിൻ്റെയും പിന്നെ വേസ്റ്റഡ് പൊട്ടൻഷ്യൽസിൻ്റെയും ഇടയിൽ നമ്മളെ കുരുക്കിയിടുന്നു. അങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങൾ മങ്ങി തുടങ്ങുന്നു. ഇതാണോ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ 10 വർഷം പിറകിലേക്ക് പോയി നിങ്ങളുടെ എത്ര സമയമാണ് സ്ക്രീനിൽ നോക്കി നഷ്ടമായതെന്ന് റിയലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അത് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ആലോചിച്ചുള്ള റിഗ്രറ്റ്സിലേക്ക് മാത്രമേ നയിക്കൂ. ഇനി നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു വലിയ ചോദ്യം ചോദിക്കേണ്ട സമയമായിരിക്കുന്നു. ആദ്യം കണ്ണാടിയിലേക്ക് നോക്കുക. എന്നിട്ട് ഹോണസ്റ്റായി ചോദിക്കുക, ഷോർട്ട് ടേം ഫീലിങ്സിന് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള അവസരം നൽകണോ അതോ മീനിങ് ഫുള്ളായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനായി ഉണർന്ന് പ്രവർത്തിക്കണോ എന്ന്. ആ ഒരു കാര്യം നിങ്ങൾ സത്യസന്ധമായി അഭിമാനം നൽകുന്ന ഏതൊരു കാര്യവുമാകാം. ഇനി ഇതിലെ സാഡസ്റ്റ് പാർട്ട് എന്താണെന്നറിയാമോ? ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. വളരെ ചെറിയ ശതമാനം ആൾക്കാർ മാത്രമായിരിക്കും ഈ ഒരു ബാറ്റിലിനെ മറികടന്നിട്ടുണ്ടാവുക. കാരണം അവരത് ശരിക്കും ആഗ്രഹിച്ചു. ബാക്കിയുള്ളവർ ട്രാപ്പിൽ തന്നെ തുടരുകയും അവർ അവരുടെ ലസ്റ്റിനും ഇമോഷൻസിനും അടിമയായി മാറുകയും ചെയ്യുന്നു. അവർ അവരുടെ ട്രൂ പൊട്ടൻഷ്യലിൽ എത്താൻ കഴിയാത്ത ഒരു ജീവിതത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്.
ഇതിലെ ക്രൂവൽ അയണി എന്തെന്നാൽ ഭൂരിഭാഗം ആളുകളും സമയം ഒരുപാട് കടന്നു പോയതിന് ശേഷം മാത്രമാണ് ഈ ഒരു കാര്യം തിരിച്ചറിയുന്നത് എന്നതാണ്. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മോട്ടിവേഷൻ്റെ ഒരു സ്പാർക്ക് ഉണ്ടാകാം, പക്ഷെ ഒരു ചേഞ്ച് ഉണ്ടാക്കാനായി നിങ്ങൾ ഇൻസ്പയർഡും ആയിരിക്കും. പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ എന്ത് സംഭവിക്കും? നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ലോകത്തേക്ക് മടങ്ങും. അങ്ങനെ അത് നിങ്ങൾ എല്ലാ കോണുകളിൽ നിന്നും തകർക്കാൻ ശ്രമിക്കുന്നു. ലസ്റ്റ് നിങ്ങളുടെ ചുറ്റുമുണ്ട്. അതായത് ഇൻ്റർനെറ്റിൽ, ജിമ്മിൽ, സ്കൂളിൽ, പിന്നെ ജോലി സ്ഥലത്ത്, എല്ലായിടത്തും അതുണ്ട്. ഇതിൽ മിക്കതും നിങ്ങൾക്ക് തടയാൻ സാധിക്കുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ 80% കാര്യങ്ങൾ ഒഴിവാക്കുമായിരിക്കും. പക്ഷെ അവസാനത്തെ 20% ഒഴിവാക്കുന്നതിലെ ഹാർഡസ്റ്റ് പാർട്ടായിട്ടുള്ളത്. ഇനി യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ടെംപ്റ്റേഷൻ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു മുറിയിൽ പൂട്ടിയിടുന്നത് ഒരു നല്ല സൊല്യൂഷനല്ല. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളൊരു വേർത്തായിട്ടുള്ള ജീവിതമാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ സാധിക്കില്ല. ടെംപ്റ്റേഷൻ ഉണ്ടാകാം, പക്ഷേ അതിനെ ഒരിക്കലും കൈയടക്കാൻ അനുവദിക്കരുത്. എന്തിനാണ് ഇവയെ നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നത് എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. അതുപോലെ തന്നെ തോറ്റു കൊടുക്കുന്നതിലൂടെ എന്താണ് ഞാൻ നേടുന്നത്? മൊമെൻ്ററി പ്ലഷറിലൂടെ ലഭിക്കുന്ന ഗിൽറ്റി ഫീലും അതുപോലെ തന്നെ റിഗ്രറ്റും നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകുന്ന ഒന്നല്ല. നിങ്ങൾ ഈ ഒരു റിഗ്രറ്റ് ഇതിനു മുമ്പും അനുഭവിച്ചിട്ടുണ്ടാകും. പെയിൻ, ഫെയിലിയർ, പിന്നെ ഗ്രോത്തിൽ നിന്നുമൊക്കെ ഞാൻ പഠിച്ച നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഈ ലോകത്തിലെ ശക്തരായ ആൾക്കാർ എന്ന് പറയുന്നത് ഹെവിയസ്റ്റ് വെയ്റ്റ്സ് ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരോ അതോ ഹാർഡായി പഞ്ച് ചെയ്യുന്നവരോ അല്ല. പകരം അവനവൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ അറിയുന്നവരാണ്. അത് ജീവിതത്തിൽ ഒരാൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു പാഠമല്ല, ജീവിതത്തിലെ നീണ്ട യാത്രയിലൂടെ പഠിച്ചെടുക്കുന്ന ഒന്നാണ്. ഒരുപാട് കാര്യങ്ങൾ നേടിയതിനു ശേഷവും സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സന്തോഷമാണ് നമുക്ക് അതിലൂടെ ലഭിക്കുക? നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ടെംപ്റ്റേഷൻസിനെ സർവ്വസാധാരണമായി ഉപേക്ഷിക്കാൻ പറ്റുന്നതിലൂടെ നമ്മുടെ ജീവിതം ഒരുപാട് ബെറ്റർ ആകുന്നതാണ്. അതുതന്നെയാണ് യഥാർത്ഥ സ്ട്രെങ്ത്തും. നിങ്ങളുടെ ഊർജ്ജം അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും മാറ്റി നിങ്ങൾക്ക് ആവശ്യമുള്ള ജീവിതത്തിൽ നിങ്ങളെ മുന്നിലേക്ക് എത്താൻ സഹായിക്കുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക. നിങ്ങളുടെ ജീവിതം പോസിറ്റീവ് ആകുന്നതാണ്. ലസ്റ്റ് എന്നത് സ്വാഭാവികമായും എല്ലാ മനുഷ്യരിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നത് സാധ്യമല്ല, പക്ഷേ അത് നിയന്ത്രണ വിധേയമാക്കുക എന്നത് സാധ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക. അതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കാൻ തീർച്ചയായും സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്